വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ കണക്കുകൾ തെളിയിക്കുന്നു. വോളണ്ടിയർമാരുടെയും സൈന്യത്തിന്റെയും യാത്രാ ചെലവിനായി മാത്രം 4 കോടി രൂപ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000. ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000. 5,000 വോളണ്ടിയർമാർ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ ഒരാൾക്ക് 5,960 രൂപ ചെലവ്. ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഈ കണക്ക് ശരിയാണെന്നും യഥാർത്ഥ ചെലവ് 1.16 കോടിയാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയാണ് ചെലവ്. ദുരന്തം നടന്ന ഒറ്റ രാത്രി ഇത്രയധികം തുക ചെലവഴിച്ചോ എന്ന ചോദ്യം ബാക്കി. അങ്ങനെ സർക്കാരിന്റെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കണക്കാണ്. ഈ കണക്കുകൾ എന്താണെന്ന് പറഞ്ഞു തരാം. വയനാട് ദുരന്തം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നു. ആ നടന്നതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനമൊക്കെ നടത്തി. അതിനെ തുടർന്ന് നിരവധി പൈസയാണ് അതിലേക്ക് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോഴിത് അതിൻ്റെ അധിക ചെലവ് കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ആ ഒരു കണക്കുള്ളത്. ഒരു മൃതദേഹം സംസ്കരിക്കാനൊക്കെ എടുത്തിരിക്കുന്നത് 75,000 രൂപയാണ്. 359 മൃതദേഹം സംസ്കരിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2.76 കോടി രൂപ. എന്താ സംഭവം അല്ലേ? ഇത് നടത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ വസ്തുവൊക്കെ എടുത്ത് അവിടുത്തെ ആൾക്കാരെല്ലാം ചേർന്ന് നടത്തിയ സംഭവമൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് ഇതൊക്കെ ചെലവഴിച്ചത് നമ്മുടെ കാശ് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ കണക്ക് നമുക്ക് നോക്കാം. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു ഇതാണ്. അതിനകത്തിരിക്കുന്നത് വയനാട് ദുരന്തം സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത്. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക്. കൊള്ളാം, നടക്കട്ടെ, അടിപൊളിയാകട്ടോ, രാജാവെ കൊള്ളാം. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് എത്രയാണെന്നറിയാമോ? 2.76 കോടി. 1-2 രൂപയല്ല, 2.76 കോടി രൂപ. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് കൊടുത്തത് 2.98 കോടി രൂപ. അടിപൊളിയാകട്ടോ, ഒരു കോട്ടും ഒരു കൊടയും കൊടുത്തതില്ല. ഓക്കെ, അടുത്തത് വോളണ്ടിയേഴ്സ്മാരുടെ ഗതാഗതം 4 കോടി. ഭക്ഷണ ചെലവാണെങ്കിലോ 10 കോടി. കൊള്ളാം അല്ലേ? സൂപ്പർ. അത് കഴിഞ്ഞിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി രൂപ. ക്യാമ്പിലെ ഭക്ഷണം 8 കോടി രൂപ. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിയത് 11 കോടി രൂപ. ഓക്കെ, അപ്പം ഈ ജനങ്ങൾ കൊണ്ടു കൊടുത്ത വസ്ത്രങ്ങളൊക്കെ എന്തേ? ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര ആൾക്കാരെ എത്ര ഡ്രസ്സുകളാണ് കൊടുത്തത്? ഇതൊക്കെ ഇവിടെ പോയി. പക്ഷെ ഇവിടെ 11 കോടി രൂപയുടെ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു എന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാലം, ബെയിലി പാലം നിർമ്മിച്ച വകയിൽ 1 കോടി രൂപ. അത് മിലിറ്ററിക്കാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അതിന് 1 കോടി രൂപ. ഓക്കെ, അങ്ങനെ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിശ്വസിച്ച് ചുമ്മാതെ ഇരിക്കും. ആ ന്യൂസ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. അതായത് ആ ക്യാമ്പിലുള്ളവർക്ക് ഡ്രസ്സ് വരെ മേടിച്ചു കൊടുത്തതിൽ നിങ്ങൾ 11 കോടി രൂപ മുടക്കിയതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന തുകയെ ചൊല്ലി വിവാദം. ചെലവായതും ചെലവഴിക്കാനിരിക്കുന്നതുമായ പണത്തിന്റെ കണക്കാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് സ്വയം സന്നദ്ധരായി വന്നവർക്ക് വേണ്ടി ഉൾപ്പെടെ ചെലവഴിച്ചത് വൻ തുകയാണ് എന്നാണ് കണക്ക്. വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ കണക്കുകൾ തെളിയിക്കുന്നു. വോളണ്ടിയർമാരുടെയും സൈന്യത്തിന്റെയും യാത്രാ ചെലവിനായി മാത്രം 4 കോടി രൂപ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000. ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000. 5,000 വോളണ്ടിയർമാർ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ ഒരാൾക്ക് 5,960 രൂപ ചെലവ്. ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഈ കണക്ക് ശരിയാണെന്നും യഥാർത്ഥ ചെലവ് 1.16 കോടിയാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയാണ് ചെലവ്. ദുരന്തം നടന്ന ഒറ്റ രാത്രി ഇത്രയധികം തുക ചെലവഴിച്ചോ എന്ന് ചോദ്യം. മിലിറ്ററി, വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് 2 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിൽ താൽക്കാലിക സൈനിക ആശുപത്രിക്കായി എത്രയെന്ന് വ്യക്തമല്ല. സൈന്യത്തിന്റെയും വോളണ്ടിയർമാരുടെയും താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടി ചെലവായിട്ടുണ്ട്. ഇവർക്ക് വെള്ളം നൽകാനായി ചെലവഴിച്ചത് 10 കോടി. പ്രദേശത്ത് ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾക്കും ക്രെയിനുകൾക്കും മറ്റുമായി 15 കോടി. ഇതിൽ ഭൂരിഭാഗം ഉടമകളും വാങ്ങിയത് ഇന്ധന ചെലവ് മാത്രമാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്.
അന്ന് പറഞ്ഞത് ഇന്ധന ചെലവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താ കണക്കി വന്നപ്പം നമ്മൾ മുടക്കിയ പോലായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ? ഇപ്പൊ കണക്കിൽ വന്നപ്പോൾ എന്തായി? അത്രേ ഉള്ളൂ. ഇതാ അഖിൽമാരാർ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ സംഭവിക്കും. സന്നദ്ധ പ്രവർത്തകരും മലയാളികളും എമ്പാടും വയനാട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് 8 കോടി രൂപയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചെലവ് 11 കോടി. ആളൊന്നിന് ചുരുങ്ങിയത് 27,500 രൂപ വീതമെന്ന് മനസ്സിലാക്കണം. എന്താ ഇത്? മെഡിക്കൽ പരിശോധനയ്ക്ക് ചെലവ് 8 കോടി. ഇനിയുമുണ്ട് ഞെട്ടിക്കുന്ന കണക്കുകൾ. സർക്കാർ നൽകിയ സത്യവാങ്മൂലം. അല്ല, എന്തുവാ ഇത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെന്തു തട്ടിപ്പാണെന്നേ? ഇത് എന്താണിത്? ഇത് ജനങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചോണ്ടാണ് അങ്ങ് കാച്ചി വിടുന്നത്. അപ്പൊ അടുത്ത കേട്ടു നോക്കാം. ഞെട്ടിക്കുന്ന കണക്കുകൾ ഉണ്ടാകുന്ന പറഞ്ഞത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. അനുസരിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ കണക്കുകൾ ഉള്ളത്. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ കണക്കുകളാണ് ഉദ്ധരിച്ചത് എന്ന് വാദിക്കാമെങ്കിലും ഇങ്ങനെയുള്ള ഊഹക്കണക്കുകൾ ചിലവായ തുകയെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിക്കാമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരണവുമായി രംഗത്ത് വന്നു. SDRF മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി കണക്കാക്കിയ ചെലവിന്റെ വിവരങ്ങളാണ് കോടതിയിൽ നൽകിയത്. കേന്ദ്ര സമിതിയുമായുള്ള ഓഗസ്റ്റ് 9 കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കിയത്. ചട്ടം അനുസരിച്ച് കേരളത്തിന് ആകെ ചോദിക്കാനാവുക 219 കോടിയാണെന്നും എന്നാൽ യഥാർത്ഥ നഷ്ടം 1600 കോടിക്ക് അടുത്ത് വരുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിച്ചു. അപ്പൊ കൊള്ളാമല്ലോ, അടിപൊളിയല്ലേ? അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. സൂപ്പറായിട്ട് ചെലവുകൾ എഴുതി കൂട്ടാൻ നമ്മളെ കഴിഞ്ഞ് വേറെ ആരുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യങ്ങൾ. എന്തായാലും നല്ല രസമല്ലേ കേൾക്കാൻ? വാളണ്ടിയേഴ്സ്മാർക്ക് ഭക്ഷണത്തിന് ഒരു ചിലവ്, അവർക്ക് ഡ്രസ്സിന് ചിലവ്, ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഡ്രസ്സ് മേടിച്ച വകയിൽ അതൊരു 11 കോടി, ഇവർക്ക് ഭക്ഷണം മേടിച്ചതിൽ അതിത്ര കോടി, ഓരോ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 70,000 വെച്ച് 356 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 2.76 കോടി. അടിപൊളി. അപ്പം ഇവിടെ ഇത്രയും ആൾക്കാർ, ഈ നാട് മൊത്തം, കേരളം മാത്രമല്ല അന്യ സംസ്ഥാനക്കാർ, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എവിടുന്നൊക്കെ കിട്ടി? ഇത് വല്ല കണക്കിലുണ്ടോ? അവരൊക്കെ കൊടുത്തത് വല്ല ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം മായ. ഇത് വെറും മായ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.